നമസ്കാരം. ചരിത്രം വഴിമാറുകയാണ്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ മണ്ണിൽ കാലുകുത്തുന്നത് ഇത് 8ാമത്തെ തവണയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു വിദേശ രാജ്യത്ത് നമ്മുടെ പ്രധാനമന്ത്രി ഇത്രയധികം സന്ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് UAE മാത്രമായിരിക്കും. ഇന്നലെ കേവലം ഒരൊറ്റ പകൽ മാത്രമായിരുന്നു സന്ദർശനം. എന്നാൽ മോഡിയുടെ വിമാനം UAE വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചപ്പോൾ ലോകം കണ്ടത് സമാനതകളില്ലാത്ത ആദരവാണ്. UAEയുടെ ഏറ്റവും കരുത്തുറ്റ 2 F-16 പോർ വിമാനങ്ങളാണ് ആകാശത്ത് മോഡിയുടെ വിമാനത്തിന് കാവലൊരുക്കി അബുദാബിയിലേക്ക് ആനയിച്ചത്. ലോക ചരിത്രത്തിൽ തന്നെ ഒരു ഭരണാധികാരിക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന നയതന്ത്ര ബഹുമതിയാണത്. പക്ഷെ എന്തുകൊണ്ടാണ് UAE ഇത്രയധികം വലിയൊരു ആകാശ സുരക്ഷ ഒരുക്കിയത്? അതിനു പിന്നിൽ കത്തുന്ന പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഭീതിതമായ പശ്ചാത്തലമുണ്ട്. നിലവിലത്തെ യുദ്ധത്തിൽ ഇറാന് അമേരിക്കയും ഇസ്രായേലും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പകയുള്ളത് UAEയോടാണ്. ഈ യുദ്ധ സമയത്ത് മാത്രം ചുരുങ്ങിയത് 2500 തവണയാണ് മിസൈലുകളും ഡ്രോണുകളും അയച്ച് UAE തകർക്കാൻ ഇറാൻ ശ്രമിച്ചത്. അമേരിക്കയുടെ സൈനിക സംരക്ഷണത്തിലാണ് UAEയും സൗദിയും ഒക്കെ കഴിയുന്നത്. എന്നാൽ അമേരിക്കൻ സംരക്ഷണത്തിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടപ്പോൾ UAE ആശ്രയിച്ചത് ഇസ്രായേലിന്റെ അയൺ ഡോം അടക്കമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയാണ്. ഈ ഒരു സങ്കീർണമായ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സുരക്ഷയിൽ അല്പം പോലും റിസ്ക് എടുക്കാൻ UAE ഭരണകൂടം തയ്യാറായിരുന്നില്ല. ഇറാന്റെ മിസൈലുകളെ തകർത്തുവിട്ട അതേ F-16 വിമാനങ്ങളെ തന്നെ മോദിക്ക് കാവലായി അവർ നിയോഗിച്ചു. ലോകം മുഴുവൻ ബദ്ധവരികളായി കാണുന്ന രാജ്യങ്ങളാണ് അമേരിക്കയും ചൈനയും. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇറാനെ സഹായിക്കുന്ന ചൈനയുടെ മണ്ണിലേക്ക് ഇലോൺ മസ്ക് അടക്കമുള്ള വമ്പൻ ബിസിനസ് പടയുമായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എത്തിയിരുന്നു. എന്നാൽ ഇറാൻ വിഷയത്തിൽ ചൈനയിൽ നിന്ന് യാതൊരു ഉറപ്പും കിട്ടാതെ ട്രംപ് നിരാശനായി മടങ്ങിയെന്നാണ് മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. എന്നാൽ അതേ ദിവസമാണ് ലോകത്തെ അമ്പരിപ്പിച്ചുകൊണ്ട് 2 ലോക നേതാക്കൾ അബുദാബിയിൽ കണ്ടുമുട്ടിയത്. നരേന്ദ്രമോദിയും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിലുള്ള കൂടിക്കാഴ്ച വൻ ശക്തികളെ പോലും ഞെട്ടിച്ചു കളഞ്ഞു. UAEയും സൗദിയിലുമൊക്കെ ഇരുന്ന് മോഡിയെ ചാണകത്തലയൻ എന്ന് വിളിക്കുന്ന ചില മലയാളികളുണ്ട്. എന്നാൽ UAE പ്രസിഡന്റ് നഹ്യാന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹോദരനുമാണ് നരേന്ദ്രമോദി എന്നവർ മനസ്സിലാക്കണം. അവർ കാണും, കെട്ടിപ്പിടിക്കും, പരസ്പരം സഹോദരങ്ങളെപ്പോലെ സുരക്ഷ ഒരുക്കും. ഇത് ലോകരാജ്യങ്ങൾക്ക് തന്നെ അത്ഭുതമാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് UAE പ്രസിഡന്റ് വെറും 3 മണിക്കൂർ സന്ദർശനത്തിനായി മാത്രം ഇന്ത്യയിലെത്തിയിരുന്നു. ടെലിഫോണിൽ വിളിച്ചു ചോദിക്കാൻ പറ്റാവുന്ന അത്ര ഗൗരവമുള്ള വിഷയത്തിൽ മോഡിയുടെ അഭിപ്രായം തേടാനായിരുന്നു ആ വരവ്. അതിന്റെ തുടർച്ചയായിട്ടാണ് പാകിസ്ഥാന് കൊടുത്തിരുന്ന $3.5 ബില്യൺ ലോൺ UAE തിരിച്ചു ചോദിച്ചത്. പാകിസ്ഥാനും സൗദിയും തമ്മിലുള്ള അതിരുവിട്ട സൈനിക സഹകരണത്തിൽ ഇന്ത്യക്കുള്ള അസ്വസ്ഥത മനസ്സിലാക്കി ഞങ്ങൾ ഇന്ത്യക്കൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കാൻ കൂടിയായിരുന്നു UAEയുടെ ആ സാമ്പത്തിക പ്രഹരം. ഹോർമൂസ് കടലിടുക്കിലെ യുദ്ധപ്രതിസന്ധി കാരണം ഇന്ത്യയിലേക്ക് എണ്ണയും ഗ്യാസും കൊണ്ടുവരാൻ വലിയ പ്രയാസമുണ്ട്. ഇന്ത്യയുടെ എണ്ണ ആവശ്യങ്ങളുടെ 85% ഇറക്കുമതിയാണ്. ഇവിടെയാണ് ഒരൊറ്റ പകൽ കൊണ്ട് ഇന്ത്യയുടെ രക്ഷയ്ക്കായി $5 ബില്യൺ ഏകദേശം 40,000 കോടിയിലധികം രൂപയുടെ വമ്പൻ നിക്ഷേപ കരാറുകൾ ഒപ്പുവെച്ചത്. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത് ബാങ്കിംഗ് മേഖല. UAEയിലെ പ്രമുഖ ബാങ്കായ എമിറേറ്റ് NBD ഇന്ത്യയിൽ RBL ബാങ്കിൽ $3 ബില്യൺ നിക്ഷേപിക്കും. അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ഇന്ത്യയുടെ നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടുമായി സഹകരിച്ച് $1 ബില്യൺ നിക്ഷേപിക്കും. ഇന്റർനാഷണൽ ഹോൾഡിംഗ് കമ്പനിയായ സാമൻ ക്യാപിറ്റലിൽ $1 ബില്യൺ നിക്ഷേപിക്കും. ഇതിലെല്ലാം തന്ത്രപ്രധാനമായ കാര്യം മറ്റൊന്നാണ്. ഇനി മുതൽ UAE തങ്ങളുടെ എണ്ണ ശേഖരം ഇന്ത്യയിൽ സൂക്ഷിക്കും. ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ലിമിറ്റഡും അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയും തമ്മിലുള്ള കരാർ പ്രകാരം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ എണ്ണ ശേഖര ശേഷി 30 ദശലക്ഷം ബാരലായി ഉയർത്തും. ഇന്ത്യയിൽ തന്ത്രപ്രധാനമായ ഗ്യാസ് സംഭരണശാലകൾ വരും. LPG വിതരണത്തിനായി ഇന്ത്യൻ ഓയിലും അഡ്നാക്കും തമ്മിൽ ദീർഘകാല കരാറായി. അതായത് ഇറാൻ പ്രതിസന്ധി കാരണം ഇന്ത്യയിൽ ഇനി ഇന്ധനക്ഷാമം ഉണ്ടാവുകയില്ല. അറേബ്യൻ എണ്ണ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OPEC വിട്ടിറങ്ങിയ UAE ഇന്ത്യയെ നെഞ്ചോട് ചേർക്കുകയാണ്. പ്രതിരോധ രംഗത്തും ടെക്നോളജി രംഗത്തും വലിയ ചുവടുവയ്പ്പുകളാണ് നടന്നിരിക്കുന്നത്. സൈനിക പരിശീലനം, സൈബർ പ്രതിരോധം, സമുദ്ര സുരക്ഷ എന്നിവ ഉൾപ്പെടുന്ന തന്ത്രപ്രധാനമായ പ്രതിരോധ കരാറിലും ഒപ്പുവെച്ചു. ചുരുക്കത്തിൽ ഇറാൻ ആക്രമിച്ചപ്പോൾ ഓടിത്തള്ളിയ അമേരിക്കൻ യാങ്കികളെ പോലെയല്ല ഭാരതമെന്ന് UAE തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി UAEയുടെ സുരക്ഷ ഇന്ത്യ നോക്കും. ഇതിനൊപ്പം ഗുജറാത്തിൽ വടനഗറിൽ കപ്പൽ നിർമ്മാണ അറ്റകുറ്റപ്പണി ക്ലസ്റ്റർ വരുന്നു. അവസാനമായി ഇന്ത്യയിലെ സീഡാക്കും UAEയിലെ G42 കമ്പനിയും ചേർന്ന് 8 എക്സാഫ്ലോപ്പ് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ക്ലസ്റ്റർ സ്ഥാപിക്കാനും കരാറായി. UAEയിലെ ജനസംഖ്യയിൽ 35% ഭാരതീയരാണ്. UAEയിലെ ജനസംഖ്യയിൽ 35% ഭാരതീയരാണ്. ആ ചരിത്രപരമായ ബന്ധത്തെയാണ് ഒരൊറ്റ പകൽ കൊണ്ട് മോഡി ഉറപ്പിച്ചു നിർത്തിയത്. എല്ലാം പൂർത്തിയായി.
രാത്രിയോടെ പ്രധാനമന്ത്രി തന്റെ യൂറോപ്യൻ സന്ദർശനത്തിനായി നെതർലാൻഡിലേക്ക് പറന്നു കഴിഞ്ഞു. പ്രതിസന്ധികളിൽ പരസ്പരം താങ്ങാവുന്ന ഭാരത UAE സൗഹൃദം ലോകത്തിന് തന്നെ മാതൃകയാണ്. കൂടുതൽ വാർത്താ വിശകലനങ്ങളുമായി വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.